ഭഗവാന്റെ അവതാരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ഭൂമിദേവിയുടെ കഥ. ദേവാസുര യുദ്ധത്തിൽ വധിക്കപ്പെട്ട അസുരന്മാരിൽ പലരും കർമ്മഫലം അനുഭവിച്ചു തീരാത്തവരാകയാൽ അവർ രാജവംശങ്ങളിൽ വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കാനിടയായി. അവരിൽ കാലനേമി എന്ന അസുരൻ ഉഗ്രസേനന്റെ പുത്രനായി കംസൻ എന്ന പേരിൽ വീണ്ടും ജനിക്കുകയുണ്ടായി. ഇപ്രകാരമുള്ള രാജാക്കന്മാരാൽ തനിക്കുണ്ടായ ഭാരം സഹിക്കാതെ വന്ന ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് തൻ്റെ സങ്കടം അറിയിച്ചു. ബ്രഹ്മാവാകട്ടെ ഒട്ടും താമസിയാതെ ഭൂമിദേവിയോടും പരമശിവൻ, മറ്റു ദേവന്മാർ എന്നിവരോടും കൂടി പാൽക്കടലിൻ്റെ തീരത്ത് ചെന്ന് പുരുഷോത്തമനായ ശ്രീ മഹാവിഷ്ണുവിനെ പുരുഷസൂക്തം എന്ന വേദമന്ത്രം കൊണ്ട് സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിന് ലഭിച്ച മറുപടി ഇപ്രകാരമായിരുന്നു: താൻ മധുരാപുരിയിൽ ശൂരസേനപുത്രനായ വസുദേവരുടെയും ഉഗ്രസേനപുത്രിയായ ദേവകിയുടെയും പുത്രനായി ജനിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിദേവിക്കുണ്ടായ ദുഃഖം തീർത്തുകൊള്ളാമെന്നായിരുന്നു. ആ അവസരത്തിൽ തന്നെ സേവിക്കുന്നതിനായി ദേവന്മാർ ഗോപന്മാരായും ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായും സ്വാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കണമെന്ന നിർദ്ദേശവും ഭഗവാൻ നൽകി. ഈ സന്തോഷവാർത്ത ബ്രഹ്മാവിൽ നിന്ന് ശ്രവിച്ച ഭൂമിദേവിയും ദേവന്മാരും സന്തുഷ്ടരായി മടങ്ങിപ്പോയി ഭഗവാന്റെ അവതാരവും പ്രതീക്ഷിച്ച് കാത്തിരിപ്പായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്